ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളുടെ ഒരു റൊമാൻസ് കണ്ടില്ലേ? ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ അവക്കൊരു താജ്മഹൽ പണിയിക്കും. ശവകുടീരം. വാടിയും ഇവിടെ നിന്ന് പലതും കാണേണ്ടി വരും. വാ. ശതകോടീശ്വരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാ ഞങ്ങളുടെ സാറ്. ഈ ആസ്തിയെല്ലാം അനുഭവിക്കാൻ ഒരേ ഒരു മകനല്ലേ ഉള്ളൂ. ഒരു 10-25 തലമുറ വെറുതെ ഇരുന്ന് തിന്നു പിടിച്ചാ പോലും ഈ സമ്പത്തൊന്നും തീരാൻ പോകുന്നില്ല. അല്ല, നമ്മളാരാന്ന് പറഞ്ഞില്ല. ഈശ്വര, കേട്ടിട്ട് തന്നെ എന്തോ പോലെ. ആ സ്വത്തിന്റെ 10% കിട്ടിയാൽ തന്നെ ഞാൻ കിരീടം വയ്ക്കാത്ത രാജാവായി. എടോ, താനാരാണെന്ന്? രാജാവാടോ രാജാവ്. രാജാവോ? അതെ, ഞാൻ രാജാവ്. ആര്? അതെ, ഞാൻ എന്റെ പേരാ പറഞ്ഞത്. രാജാവി. നല്ല പേര്. ഒന്ന് ചോദിച്ചോട്ടെ, ഈ തമ്പുരാനൊരു സഹോദരി ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ടായിരുന്നു എന്നാ ഞാനും കേട്ടറിഞ്ഞത്. കേട്ടറിവാണേ. എന്നാലേ ആ കേട്ടതങ്ങട് മൊഴിഞ്ഞോട്ടെ. ഈ തമ്പുരാൻ ഒരു സഹോദരി ഉണ്ടായിരുന്നു. വളരെ ചെറുപ്രായത്തിലെ ഏതോ ഒരു ദരിദ്രവാസിയുടെ കൂടെ ഒളിച്ചോടി. കൊല്ലിഞ്ഞനോ? അന്ന് തന്നെ പടിയടച്ച് പിണ്ടം വെച്ചു വലിയ തമ്പുരാൻ. ഓഹോ. അതിനുശേഷം കോവിലകവുമായി ആ സ്ത്രീക്ക് ഒരു ബന്ധവുമില്ലെന്ന കേട്ടറിവ്. അപ്പോ അവരാരും അവകാശം പറഞ്ഞു വന്നില്ലേ? എവിടെ? വലിയ തമ്പുരാൻ സ്ട്രോക്ക് വന്ന് കിടപ്പായപ്പോ ഭരണം മുഴുവൻ അശോകവർമ്മ തമ്പുരാൻ ഒറ്റയ്ക്കായി. പറയാതിരിക്കാൻ കഴിയില്ല, തങ്കപ്പെട്ട സ്വഭാവമാ. ഇട്ടുമൂടാനാവാത്ത സ്വത്തുക്കൾ മുഴുവൻ അനുഭവിക്കാനും വേണം ഒരു യോഗം. അത് ശരിയാ. ഈ ഇറങ്ങിപ്പോയ സഹോദരിയുടെ മക്കളാരും അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലെന്നാ കേട്ടിട്ടുള്ളത്. അതില് 2 ആൺമക്കളും 3 പെൺമക്കളുമാ. 2 ആൺമക്കളും കിഴങ്ങന്മാരെന്നാ കേട്ടത്. ഇവിടത്തെ ഒരു പഴയ സ്റ്റാഫ് ഉണ്ട്, അയാള് പറഞ്ഞോണ്ടാ അറിവാ. ഞാൻ രാജാവായിട്ട് വേണം ആ തെണ്ടിയെ പിടിച്ച് ആദ്യം പുറത്താക്കാൻ.